എല്ലാവർക്കും നമസ്കാരം. അതെ, പൂച്ചക്കുട്ടൻ ഉഷാറായിട്ട് ഇത്രയൊക്കെ റെഡിയായി വന്നു. അപ്പോൾ അവൻ്റെ ഫംഗസിൻ്റെ അസുഖം എങ്ങനെ മാറ്റി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. അടിച്ചുവിടാൻ വേണ്ടിയിട്ട് കിടന്ന് കരയുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തൊക്കെ എടുക്കാം, എന്നിട്ട് ഞാൻ പറയാം. വാ. കുറേ ദിവസം കൂടി പുള്ളി പുറത്തിറങ്ങുന്നതാണ്. നിങ്ങൾ നോക്കി ഇവൻ്റെ മുഖത്തേക്ക് വ്യത്യാസം നിങ്ങളൊന്ന് നോക്കി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കൊക്കെ കറുത്തിട്ട് ആ പാടെ വികൃതമായിരുന്നു. പൂച്ച അവിടെ നിന്നടാ, അവനിപ്പോൾ പോകണം. ഇതുണ്ടോ, എല്ലാം നല്ലപോലെ ഫംഗസ് ഉണ്ടായിരുന്നു, അതുപോലെ മൂക്കൊക്കെ കറുത്തായിരുന്നേ. അപ്പോൾ ആ കളർ വ്യത്യാസം എല്ലാം മാറി. ഇനിയിപ്പോൾ രോമം ഒന്ന് വന്നാൽ മതി. രോമം കുറച്ച് പോയിട്ടുണ്ട് പുള്ളിക്ക്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അവന് പോകാൻ വേണ്ടി അവൻ ധൃതി വെക്കുവാണ്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമാണ്. കാരണം ഇവൻ പോയി പണി കൊടുക്കുകയോ പണി മേടിക്കുകയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. 2-3 പൂച്ചകൾ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പുള്ളി വീണ്ടും കടി തുടങ്ങും. കയറിപ്പോടാ. അപ്പോൾ അവനോടെ കിടക്കട്ടെ. ഞാനപ്പം ഇവനെ എങ്ങനെ നമ്മൾ ചികിത്സിച്ചു എന്നുള്ളത് പറയാം. നമ്മുടെ പൂച്ചക്കുട്ടൻ്റെ ഫംഗസിൻ്റെ അസുഖം ഏത് കണ്ടീഷനിലായിരുന്നു എന്നുള്ളത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെന്താണെന്ന് ഞാൻ പറയാം. ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പൂച്ചേനെ ട്രീറ്റ് ചെയ്യല്ല. അസുഖം എന്താണെന്നുള്ളതെന്നെങ്കിലും നിങ്ങൾ ഒരു വെറ്റിനറി ഡോക്ടറെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അറ്റൻഡർമാരുണ്ട്, ഗവൺമെൻറ് അറ്റൻഡർമാരുണ്ട്, ഈ പശുവിനെ കുത്തി വെക്കാൻ വേണ്ടി വരുന്ന ചേട്ടന്മാരില്ലേ. അപ്പോൾ അവരോട് ചോദിച്ചാലും മതി, അവർക്കും കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെ അസുഖം കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചികിത്സിക്കുക, അതല്ലാതെ തന്നെ ചികിത്സിക്കല്ല. പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും എടുക്കുന്നില്ലാത്ത രീതിയിൽ നിങ്ങൾ പൂച്ചയോ അല്ലെങ്കിൽ ഡോഗോ എന്ത് മൃഗമാണെങ്കിലും അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയോ ഡോക്ടറെ കാണിക്കുകയോ ചെയ്യണം കേട്ടോ. അപ്പോൾ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസോട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഈ ഞാവിൻ്റെ ഈ കണ്ടീഷനൊക്കെ ഉള്ള പൂച്ചകൾക്ക് അറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, എപ്പോഴും കളിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഈ ക്യാരക്ടർ ഇവർ അഡൽട്ട് ആയി മാറിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഇവരുടെ ക്യാരക്ടർ പയ്യെ മാറാൻ തുടങ്ങും. ഇവർ പിന്നെ പുറത്തോട്ട് പോകും. അപ്പോൾ ആൺപൂച്ചകളാണെന്നുണ്ടെങ്കിൽ പെൺപൂച്ചകളെ തപ്പി പോകാൻ തുടങ്ങും. ബാക്കി ആൺപൂച്ചകളുമായിട്ട് കടി ഉണ്ടാക്കാൻ തുടങ്ങും. ടെറിട്ടറിയുടെ പേരും പറഞ്ഞ് ഇവരുടെ അധികാര പരിധി ഇവർ വ്യാപിപ്പിക്കാൻ നോക്കും. അപ്പം ഉണ്ടാകുന്ന അടിപിടിയൊക്കെ സംഭവിച്ച് നമ്മുടെ പൂച്ചക്കുട്ടന് അതിൻ്റെ ഇടയ്ക്ക് കുറേ മുറിവുകളൊക്കെ ഉണ്ടായി, കഴുത്തിലൊക്കെ പ്രത്യേകിച്ച്. ആ മുറിവുള്ളതിൻ്റെ പേരിൽ പിന്നെ അവരവിടെ ക്ലീൻ ആക്കാണ്ട് വന്നവൻ. അപ്പോൾ പൂച്ചകൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളൊരു ജീവികളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. എപ്പോഴും അവർ നെക്കി തുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ കുറവുണ്ടായി കഴിഞ്ഞതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഫംഗസ് പെട്ടെന്ന് കയറി വന്നത്, ആ മുറിവിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സെപ്പറേറ്റ് കൂട്ടിലിട്ടു. നമ്മളങ്ങനെ ഇട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തുറന്നു വിട്ടിരുന്ന പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിൻ്റെ പേരിൽ നമ്മളവനെ കൂട്ടിലിട്ടു. അതിനുശേഷം നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചത് പെറ്റ് ഷാമ്പു ആണ്. പെറ്റ് ഷാമ്പു തന്നെ ഉപയോഗിക്കുക. ക്യാറ്റ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം സോപ്പിൻ്റെയൊക്കെ ചെറിയ അംശം വന്നാൽ പോലും ഡോഗ്സിനെ കഴിഞ്ഞ് പെട്ടെന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് പൂച്ചകൾക്ക് രോമം പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ പെറ്റ് ഷാമ്പു തന്നെ, ഇപ്പോൾ ഹിമാലയ പോലത്തെ അതങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പെറ്റ് ഷാമ്പു, പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്തത് തുടർച്ചയായിട്ട് ഒരു 2-3 ദിവസം ഇടപെട്ടൊക്കെ കുളിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 1 മാസം മിച്ചമായിട്ട് അവൻ കൂട്ടിലാണ്, എന്നിട്ടാണ് ഈ അസുഖം മാറി വന്നത്. അങ്ങനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് നമ്മൾ ഫോണിൽ വാട്സാപ്പിൽ ഇവൻ്റെ ഇമേജ് അയച്ചു കൊടുത്തു. എന്നിട്ട് മരുന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു തന്നൊരു ഷാമ്പു ആണിത്. അതായത് മെഡിസിനേറിയൽ ഷാമ്പു ആണ്. ഇതിൻ്റെ പേര് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം, ലിങ്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഞാൻ ഇട്ടേക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ആൻറ്റി ഫംഗലാണ്, പിന്നെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. ആൻറ്റിസെപ്റ്റിക്കും ആൻറ്റി ഫംഗലും ആയിട്ടുള്ള പ്രോപ്പർട്ടിയുള്ള മെഡിസിനേറ്റഡ് ഷാമ്പു ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. അപ്പം നമ്മളിത് വാങ്ങിച്ച് ഇത് വെച്ച് കുളിപ്പിച്ചു. ഇത് വെച്ച് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ഒരു 2-3 ദിവസമാണ് കുളിപ്പിച്ചത്. അതിന് മുമ്പ് നമ്മൾ മുറിവൊക്കെ നല്ലപോലെ ഉണങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 3-4 ദിവസം സാധാരണ പെറ്റ് ഷാമ്പു ഉപയോഗിച്ചു ഒക്കെ കുളിപ്പിച്ചതിന് ശേഷം ഇതും ഉപയോഗിച്ചിട്ടുണ്ട്. അസ്കാബയോൾ എന്ന് പറഞ്ഞിട്ടൊരു ലോഷനുണ്ട്, ഇതും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ മുയലിൻ്റെ ഒക്കെ ചെവിയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുയലിൻ്റെ ഒക്കെ ചെവിയിൽ പുണ്ണോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പം ഈ പൂപ്പല പോലെ തന്നെ ഇരിക്കും, കുറച്ചൊരു കട്ടിയായിട്ടിരിക്കും. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് അസ്കാബയോൾ. ഇത് വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്താലും മുയലിനൊക്കെ മാറും. പിന്നെ കൂടുതൽ കണ്ണിലൊന്നും ചാടാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ 1 മാസത്തോളം നമ്മൾ കൂട്ടിലിട്ട് ഇതുപോലെ ചെയ്തു. അപ്പോൾ കുറേ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ രോമങ്ങളൊക്കെ വന്നാൽ മതി. ഈ ഒരു മെഡിസിൻ കൊണ്ട് നമ്മുടെ പൂച്ചയുടെ സംഭവം മാറി. അവൻ ഫുഡ് കഴിക്കുന്നതിനോ മറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകപ്പാടെ ഉണ്ടായിരുന്നത്
ഈ ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കാരണം തലയൊന്നും അങ്ങനെ അനക്കത്തില്ല, എപ്പോഴും കിടപ്പ് തന്നെയായിരുന്നു. ഈ ഷാമ്പു നമ്മൾ ഉപയോഗിച്ചത് ആദ്യം നല്ലപോലെ ഒന്ന് മേലെ നനച്ചിട്ട് മറ്റേ മേത്ത് ഈ ഷാമ്പു നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കും. അതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുളിപ്പിച്ചത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുളിപ്പിച്ചപ്പം തന്നെ നല്ല രീതിയിലൊന്ന് വെയിറ്റ് ചെയ്ത് ശേഷം കഴുകി കളഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നല്ല റിസൾട്ട് വ്യത്യാസം കണ്ടു. അങ്ങനെ പെട്ടെന്ന് കുറയുകയുണ്ടായി. അസ്കാവയോളം ഉപയോഗിച്ചിരുന്നു. അപ്പം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മരുന്നിൻ്റെ റിസൾട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ പൂച്ചയുടെ അസുഖം മാറണമെന്നൊന്നുമില്ല. അത് ഒന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും ചോദിച്ചാലും മതി. നമുക്ക് ഗവൺമെൻറ് വെറ്റിനറി ക്ലിനിക്കിലൊക്കെ ഉള്ള ആൾക്കാരുടെ നമ്പർ ഒന്ന് കീപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവരുടെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഇതാണ് സംഭവം, ഈ മരുന്ന് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചോ. അപ്പോൾ അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിന് സജഷൻ പറഞ്ഞു തരും. അസുഖം ഇന്നതാണെന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമ്മളൊരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ തീരുമാനിക്കാതിരിക്കുക കേട്ടോ. പിന്നെ പൂച്ചവനുണ്ടായിരുന്നൊരു പ്രശ്നം പറഞ്ഞാൽ മുറിവുകളുണ്ടായിരുന്നു, നല്ലപോലെ മുറിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൻ അവൻ്റെ ശരീരം അവൻ ക്ലീൻ ചെയ്യാണ്ടിരിക്കുകയും അസുഖങ്ങൾ കൂടാനുണ്ടായ ഒരു സാഹചര്യം. പിന്നെ മുറിവുകൾ കാരണം ചട്ടുണ്ടായിരുന്നു, നടക്കത്തില്ലായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ലായിരുന്നു. എന്നാടാ പുള്ളിക്ക് ബോറടിച്ചു, അന്നെ പുള്ളി പോയി എന്തോ എടുത്തോണ്ട് വരുക. അങ്ങ് എടുത്തോണ്ടോ, എന്നെ എടുത്തോണ്ട് വന്നേ. പുല്ലുവെട്ടിയുടെ ഹെഡാണ് അവൻ എടുത്തോണ്ട് വരാൻ പോയത്. പപ്പിക്കുട്ടൻ്റെയും കാലനുണ്ടായിരുന്ന അസുഖമൊക്കെ മാറി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് വെബ് സീരീസൊക്കെ ഷൂട്ട് ചെയ്ത് ഇറക്കാമെന്ന് കരുതുന്നു. ഞങ്ങൾ ഉഷാറായിട്ട് ഇരിക്കുവാണ്. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ മടി കാണിക്കുന്നുണ്ട്. എല്ലാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.